ഇന്നത്തെ വിഷയം 1970 കാലഘട്ടത്തിൽ ആലപ്പുഴയിലെ സിനിമാ പരസ്യവും സിനിമാ തിയേറ്ററുകളും എങ്ങനെ ഉണ്ടായിരുന്നതിനെക്കുറിച്ചാണ്. 1970-ൽ ഈ ആള് വലിക്കുന്ന കൈവണ്ടി പോലത്തെ വണ്ടി ഒരാൾ വലിക്കും. അതിലിങ്ങനെ ത്രികോണ ഷേപ്പിൽ സിനിമാ പരസ്യം വെച്ചിട്ട് ഒരാൾ അതിനകത്തിരുന്ന് ചെണ്ടയിട്ട് കൊട്ടും. എന്നിട്ട് നോട്ടീസ് വിതറും. ഇത് ആലപ്പുഴ മുല്ലക്കൽ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകും. ലൈറ്റ്, പെട്രോൾ മാക്സ് ലൈറ്റും കത്തിയിട്ടുണ്ടാവും. ഇത് കണ്ട് പിള്ളേരും ആൾക്കാരും അതിൻ്റെ പുറകെ പോയി നോട്ടീസ് കൊടുക്കും. അതിൽ നോട്ടീസിൽ ഇങ്ങനെ ഉണ്ടാവും: ആലപ്പുഴ രാധാ തിയേറ്ററിൽ നാളെ പ്രദർശനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് പ്രേം നസീറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് നടന്മാരുണ്ടല്ലോ അന്നത്തെ കാലത്ത്, ജയനോ പ്രേം നസീറോ മധു, പിന്നെ ഹിന്ദി പടങ്ങൾ ബോബി, ഇത്തരം സിനിമകളൊക്കെ ആ രാധാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ജില്ലാ കോളേജ് പാളത്തിനടുത്തുള്ളൊരു തിയേറ്ററുണ്ട്. ആ തിയേറ്ററിലായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. കൂടാതെ വീരയ്യ, സീമാട്ടി, സുബ്ബമ്മ തിയേറ്റർ, പിന്നെ സീദാസ്, ഇങ്ങനെ നിരവധി തിയേറ്ററുകൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ രാധാ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ ഇതുപോലെ ഈ പരസ്യം പോകുന്ന വണ്ടികൾ ഇങ്ങനെ ചെല്ലുകയും സിനിമാ പ്രദർശനം തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന് ടിക്കറ്റ് എടുത്ത്, അന്ന് ബെഞ്ചും ചാര് ബെഞ്ച് പിന്നെ തറ ടിക്കറ്റ്, തറയിലും ആൾക്കാരിരിക്കും, ചാര് ബെഞ്ചിലും ഇരിക്കും, ബാക്കിൽ ചാര് ബെഞ്ച്, നടുക്ക് ബെഞ്ച്, ഇങ്ങനത്തെ സിസ്റ്റമായിരുന്നു. പുറത്ത് കപ്പലണ്ടിയും പരിപ്പ് വടയും കട്ടൻ കാപ്പിയും തോളത്ത് കയറ്റി വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെയും കാണാം. ഇൻ്റർവൽ ടൈമിൽ ഈ കപ്പലണ്ടി, മസാല കപ്പലണ്ടിയും പരിപ്പ് വടയും കട്ടൻ കാപ്പിയും വാങ്ങിച്ച് കുടിക്കുകയും സിനിമ ഇൻ്റർവെൽ ആകുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ തിരിച്ച് തിയേറ്ററിൽ കയറുകയും, ഇതൊക്കെയാണ് അന്നത്തെ സിനിമാ അവസ്ഥ. ഇത്തരം സിനിമകളെക്കുറിച്ച് സംസാരിക്കാനായി എന്നോട് പറഞ്ഞത് എൻ്റെ സുഹൃത്തായ ക്ലാസ്മേറ്റായ പ്രകാശ് വിജയൻകുട്ടി നായരാണ്.